എന്റെ മോളെ രാജുവിനോടുള്ള പിണക്കം അവസാനിപ്പിക്കണം. പെൺകുട്ടികൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും കിട്ടേണ്ടത് ഭർത്താവിൽ നിന്ന്. ഭർത്താവ് എപ്പോഴും ഭാര്യയുടെ കൂടെ ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ സ്നേഹം ഭർത്താവിൽ നിന്ന് ഭാര്യ അനുഭവിക്കുന്നതും ആ സമയത്തായിരിക്കണം. എനിക്കതിനുള്ള ഭാഗ്യമില്ലെന്ന് ഞാൻ കരുതിക്കോളാം. നിനക്കതിനുള്ള വലിയ സൗഭാഗ്യമുണ്ട്. രാജു നല്ലവനും ശുദ്ധ പാവവുമാ. അമ്മ, ആ മാറ്റർ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ മാറ്റർ അമ്മയ്ക്ക് പറയാനുള്ളൂ. ഈ സമയത്ത് ടെൻഷൻ ഉണ്ടാവുന്ന ഒരു കാര്യങ്ങളും പറയാനോ കേൾക്കാനോ പാടില്ല. മോൾ അതിനുള്ള സാഹചര്യം ഒരുക്കരുത്. എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മോളുടെ തെറ്റിദ്ധാരണയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അമ്മേ, ഞാൻ അമ്മയോട് സംസാരിക്കാനാ വന്നത്. ഞാൻ നിരപരാധിയാ. ഋതു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നീ ഒരു കഥയില്ലാത്തവനാണെന്നും പാവമാണെന്നും ഈ അമ്മയ്ക്ക് അറിയാം മോനെ. അവളുടെ പിണക്കമൊക്കെ മാറും. പിന്നെ നിനക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അമ്മ പറയട്ടെ? പറയാമേ. നീ ഒരച്ഛനാവാൻ പോവാ. എടാ, നിന്റെ ഋതു ഗർഭിണിയാണെന്ന്. വലിയ ആഘോഷമൊക്കെ അമ്മ കൂടി വന്നിട്ട് മതി. അമ്മ തീർത്ഥാടനത്തിലല്ലേ. നാടറിയിച്ച് ഉത്സവമാക്കി സദ്യയും സമ്മാനങ്ങളൊക്കെ ആളുകൾക്ക് നൽകുന്ന ഒരു പഴയ രീതിയുണ്ട്. അതൊക്കെ അമ്മ വന്നിട്ട് നമുക്ക് ആലോചിക്കാം. പക്ഷേ വേണോട്ടിനെയും രാധമ്മയും പിള്ളേരെയും എല്ലാവരെയും വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ആഘോഷം വേണ്ടേ? അത് വേണ്ടേ പ്രതാപേട്ട? അത് ഉടനെ വേണം. പ്രതാപ, എന്താ എല്ലാവരും കൂടി ഒരു കമ്മിറ്റി? ചേച്ചി അറിഞ്ഞില്ലേ? എന്താ പ്രതാപ? ഞാനൊന്നും അറിഞ്ഞില്ല. ഋതുമോൾക്ക് വിശേഷമുണ്ടെന്ന്. ഞാനൊരു അപ്പൂപ്പനാവാൻ പോവാ. അയ്യോ ദൈവമേ, നിനക്ക് നന്ദി. ഞാനേ മോൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് വരാവേ. മോൾക്ക് എന്ത് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാലും അത് തുറന്നു പറയണം. മടിക്കല്ലേ. അമ്മ അത് വരുത്തി തരും. ഇല്ലെങ്കില് രാജുവിനോടൊന്ന് പറഞ്ഞാ മതി. രാജു പറന്നുപോയി വാങ്ങിക്കൊണ്ടുവരും. മോളെ ഋതികെ, കൺഗ്രാറ്റുലേഷൻസ്. അമ്മയുടെ വക മോൾക്കൊരു സ്പെഷ്യൽ ഉമ്മ. നമ്മൾ തമ്മിലുള്ള വഴക്കും പിണക്കും ഒക്കെ തീർന്നു. അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? എനിക്ക് സന്തോഷായി മോളെ. ഈ തറവാട്ടിലേക്ക് 2 കുഞ്ഞിക്കാലുകൾ വരാൻ പോവല്ലേ? ഓ, ഇതിനു മുൻപ് വന്നതൊക്കെ കുഞ്ഞിക്കാലല്ലാതെ വലിയ കാലുകളായിരുന്നു. ഇതിനു മുൻപ് കുഞ്ഞിക്കാലോ? ആരുടെ? അമ്മയുടെ മകന്റെ കുട്ടി. ദീപക്കിന് ദിവ്യക്കുണ്ടായ കുഞ്ഞ്. ജാരസന്തതികളെ
ആരെങ്കിലും കണക്കിപ്പെടുത്തുവോ? വലിയ വലിയ തമ്പുരാക്കന്മാർക്ക് പലയിടത്തും ഇതുപോലുള്ള സന്തതികളൊക്കെ കാണും. അതൊന്നും ആരും കണക്കിപ്പെടുത്താറില്ല. പത്മേ, തൽക്കാലം പിണക്കമൊക്കെ അങ്ങ് മാറ്റിക്കോ. ഞാനും അതൊക്കെ അങ്ങ് മറന്നു. ഈ തറവാട്ടില് വലിയൊരു സന്തോഷം നടക്കാൻ പോവല്ലേ. നീ കയറി വന്നതിന്റെ ഐശ്വര്യ ഈ കാണുന്നതൊക്കെ. പ്രതാപനെ വലിയ ആഘോഷമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അല്ല, സൂര്യമംഗലത്ത് അമ്മയെ വിവരം അറിയിച്ചോ? അമ്മ വരുന്നുണ്ടോ? അമ്മ സ്ഥലത്തില്ല, വടക്കേ ഇന്ത്യയില. വിവരം അറിയിച്ചിട്ടുണ്ട്. ആ, എന്നാ ശരി മോളെ, സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മായിയോട് പറയണേ. ആഘോഷമൊക്കെ നടക്കട്ടെ, ഞാൻ പണി തരുന്നുണ്ട്. രാജു വന്നല്ലോ. എന്നാ പിന്നെ നിങ്ങള് അമ്മയും മക്കളും ഒക്കെ സന്തോഷമായിട്ടിരിക്കും. ഞാൻ പിന്നെ വരാം. അവരുടെ ഒരു ആക്ടിങ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കേ. ഹൃദയം തുറന്ന് സംസാരിക്കണം.